കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 117-ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. റോമ ലേഖന പുസ്തകത്തിന്റെ പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം 1-ാമത്തെ അധ്യായം ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് തുടർമാനമായിട്ട് ആ വിഷയത്തിലേക്ക് വരികയാണ്. എന്നാൽ ആ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ട് വരാമെന്ന് ആഗ്രഹിക്കുന്നു. ബൈബിൾ ഒരു വിശാല വീക്ഷണം എന്ന ഈ ബുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെയോ ഡോക്ടർ ചെറിയാൻ കുര്യനെയോ ബന്ധപ്പെടുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഞാനും ഡോക്ടർ ചെറിയാൻ കുര്യൻ കൂടെ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണിത്. ഞങ്ങൾ എഴുതിയതല്ല, ആക്ച്വലി ഇത് ജോൺ വെസ്റ്റജൻ, ലോറി വെസ്റ്റജൻ, അമേരിക്കയിൽ നിന്നുള്ള ദമ്പതികൾ, അവരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അവരെഴുതിയിരിക്കുന്ന പുസ്തകത്തെ ഞങ്ങൾ വിവർത്തനം ചെയ്തു. എന്നാൽ അത് ഞങ്ങൾക്കൊരു പ്രചോദനമായി, അവരെഴുതിയതിനേക്കാൾ അല്പം കൂടെ എലാബറേറ്റ് ആയിട്ട് ഏകദേശം 140 പേജുകളിലായിട്ട് ബൈബിൾ ഒരു വിശാല വീക്ഷണം എന്ന നിലയിൽ അതിന് ഞങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഈ പുസ്തകം എല്ലാവരും വാങ്ങണം, എല്ലാവരും വായിക്കണം എന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. ഇത് ബൈബിളിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരുവാനായിട്ട് ഇടയായിത്തീരും. ഈ ബൈബിളിന്റെ ഒരു വിശാല വീക്ഷണം, അതായത് ഒരു ഹെലികോപ്റ്റർ വ്യൂ, മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏരിയൽ വ്യൂ, അതിനെ എങ്ങനെ ബൈബിളിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ നമുക്ക് കിട്ടും. പലപ്പോഴും പല ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ മുഴുവനും മൊത്തത്തിലുള്ള ഒരു പിക്ചർ ഇല്ലാത്തത് കാരണം പല ഡോട്ടുകളും കണക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നു. പലതും നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത് ആ മൊത്തമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ അത് ക്ലിയർ ചെയ്യുവാനായിട്ട് ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഈ പുസ്തകം എല്ലാവരും വായിക്കുവാനും, ലഭിച്ചിട്ടില്ലാത്തവർ എന്നെയോ എൽദോ ബ്രദറിനെയോ ഡോക്ടർ ചെറിയാൻ കുര്യനെയോ ഒക്കെ ബന്ധപ്പെടുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് മടങ്ങി വരാം. ഞാൻ അധികം സമയം മുഖവരയായിട്ട് എടുക്കുന്നില്ല. റോമ ലേഖന പുസ്തകത്തിന്റെ പഠനമാണ്. ഈ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകളിൽ ഏറ്റവും വിലപ്പെട്ട ബുക്ക് റോമ ലേഖനമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നിരസിക്കുവാൻ കഴിയത്തില്ല. ബൈബിളിലെ തന്നെ ബൈബിൾ എന്നറിയപ്പെടുന്ന നിലയിലുള്ള പുസ്തകമാണ് എന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ. ഈ ലോകത്തിൽ ഇന്ന് ഭൂമിക്ക് സൂര്യന്റെ കീഴിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്കിൽ ഏറ്റവും വിലപ്പെട്ട ബുക്ക്, വിലപ്പെട്ട ഡോക്യുമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈബിളിൽ റോമാലേഖനം. മറ്റേതെങ്കിലും പുസ്തകത്തിന് അതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടെന്ന് ആരും തെറ്റിദ്ധരിച്ചു കളയല്ല. ഇന്നൊരു മനുഷ്യന്റെ രക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബുക്കാണ് റോമാലേഖനം എന്ന് മനസ്സിലാക്കുക. ഇന്നൊരുവൻ രക്ഷിക്കപ്പെടുന്നതിന്റെ ആധികാരികമായ അടിത്തറ പാകിയിരിക്കുന്ന ബുക്കാണ് റോമാലേഖനം. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകളിൽ ഏറ്റവും വിലപിടിപ്പുള്ള ബുക്കാണ് റോമാലേഖനം എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ആ ബുക്കിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു. അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ചു തുടങ്ങി. ഇന്ന് അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. റോമാലേഖനം മറ്റ് പല ലേഖനങ്ങളെയും പോലെ ഒരു പ്രശ്നത്തിന് പരിഹാരിയല്ല, ഒരു പ്രശ്നം പരിഹരിക്കുവാനായിട്ട് എഴുതിയ ബുക്കല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നു, അതായത് മറ്റ് പല ലേഖനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, അതായത് കൃപായുഗത്തിൽ കർത്താവിന്റെ കൃപയാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി അവരെ വരച്ച് കാണിച്ച് ആ കർത്താവിന്റെ കാൽവറി യാഗത്തിലൂടെ എല്ലാവർക്കും രക്ഷ ലഭിക്കുന്ന ഒരു രക്ഷണ്യ പ്രവൃത്തി, ആ ഒരു മാർഗമാണ് അവരെ പഠിപ്പിച്ച് ജാതികളായിരിക്കുന്ന ജനം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുക. എന്നാൽ അവിടെ നിന്ന് അവർ മോശയുടെ ന്യായപ്രമാണത്തെയും മോശ പറഞ്ഞ ഉപദേശങ്ങളെയും ഒക്കെ തിരകിപ്പോയി അങ്ങനെ ലീഗലിസത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവരെ ശാസിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര് എന്ന് ചോദിച്ച് അവരെ ശാസിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണ് ഗലാത്യ ലേഖനം. അതിന് എന്ത് വിഷയത്തിൽ നിന്ന് അവർ മാറിപ്പോയോ ആ വിഷയം ഫോക്കസ് ചെയ്തും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഒരു ക്രിസ്ത്യൻ ലിബർട്ടി അതെന്താണെന്നും ആ സ്വാതന്ത്ര്യം, ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്താണെന്നും ആ ക്രൂശിന്റെ മഹത്വം എന്താണെന്നും ഒക്കെ കാണിച്ചെഴുതിയിരിക്കുന്നതാണ് ഗലാത്യ ലേഖനം. നമുക്ക് കൊരിന്ത്യ ലേഖനം അത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചോദ്യോത്തര പങ്ക്തി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിറയെ സംശയങ്ങളാണ്, അവർക്ക് ഒത്തിരിയും സംശയങ്ങൾ. അതായത് എന്താ പറയുന്നത്, വിവാഹം, വിവാഹമോചനം, വിഗ്രഹാർപ്പിതം, തിരുവത്താഴം, പുനരുദ്ധാനം, ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം അവർക്ക് സംശയങ്ങളാണ്. അപ്പൊ അവരെഴുതി ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതായിട്ടാണ് കൊരിന്ത്യ ലേഖനം 1ഉം 2ഉം ലേഖനം ഒക്കെ എഴുതിയിരിക്കുന്നത്. ഒരു ജംബോ പാക്കാണ്, അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചേർത്തിട്ട് ഒരു ജംബോ പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം.
എന്നാൽ റോമാലേഖനം അങ്ങനല്ല. റോമാലേഖനം ഒരു പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞിരിക്കുന്നതല്ല. പ്രത്യുത ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് അടുക്കടുക്കായിട്ട് ഓർഡർലി ആയിട്ട് ലോജിക്കലി പറഞ്ഞിരിക്കുന്ന ഒരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ആധികാരികമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. സംശയങ്ങളുള്ളത് ചോദിക്കുകയും അതിനെ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒന്നാമത്തെ വാക്യം മുതൽ 17 വാക്യം വരെ ഈ ലേഖനത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എന്ന് നമുക്ക് ഇതിനോടകം അറിയാം. 1:18 മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5:21 വരെ, 5-ാം അധ്യായം 21-ാം വാക്യം വരെ വിശ്വാസത്താലുള്ള നീതീകരണം എന്നൊരു വിഷയമാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വരെ വിശ്വാസത്താലുള്ള നീതീകരണമാണ്. ഈ സംഗതി നമ്മളൊന്ന് ശരിക്കും പഠിച്ചു കഴിയുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാകും എന്താണ് ആക്ച്വലി നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത്. ആ രക്ഷ എന്താണ് എന്ന് നമുക്ക് ക്ലിയർ ആകും. അത് പഠിച്ചിട്ട് 6-ാമത്തെ അധ്യായത്തിലോട്ട് കയറുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു നല്ല വ്യക്തത കിട്ടും. 6-ാമത്തെ അധ്യായത്തിന്റെ തുടക്കമേ ഇങ്ങനെയാണ്: ആകയാൽ നാം എന്തു പറയണ്ടു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന ഒരു നാൾ വരുത്. അടുത്ത വാക്യം കണ്ടില്ലയോ? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഈ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്താണെന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചു കയറുമ്പോഴാണ് 6-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സംശയവുമില്ലാതെ രണ്ടാമത് ഒന്നുകൂടെ വായിക്കാൻ ആവശ്യമില്ലാതെ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന്റെ അന്ധത ആ വിഷയത്തിലുള്ളത് മാറുവാനായിട്ട് ഇടയായിത്തീരും. ചിലരൊക്കെ ഈ സ്നാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ പറയുന്ന എല്ലാ സ്നാനവും പരിശുദ്ധാത്മ സ്നാനമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, എക്സെപ്റ്റ് റോമൻസ് ചാപ്റ്റർ 6 പറയുന്ന സ്നാനം. ആ റോമാലേഖനം 6 പറയുന്ന സ്നാനം വെള്ളത്തിലെ സ്നാനം ആണെന്ന് ബാക്കിയെല്ലാം വിശ്വസിക്കുന്നു, ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസത്താലുള്ള നീതീകരണം എന്താണെന്ന് വ്യക്തമായിട്ടുള്ളതാണ്. അപ്പൊ നമ്മളത് പഠിച്ച് മുന്നേറുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1:18 മുതലൊക്കെ നമ്മൾ ഇന്ന് പഠിക്കണം, അതിന്റെ ഭാഗമൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ 1:18 മുതൽ 3:20 വരെയാണ് ഈ ബുക്കിന്റെ തന്നെ ആദ്യത്തെ വിഷയമായ കണ്ടമിനേഷൻ അല്ലെങ്കിൽ ശിക്ഷാവിധി എന്ന് പറയുന്ന ആ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത് അവിടാണ്. 1:18 മുതൽ 3:20 വരെയാണ്. അത് എല്ലാവരും, ജാതികളും യഹൂദന്മാരും എല്ലാം എങ്ങനെയാണ് ശിക്ഷാവിധിയിൽ അകപ്പെട്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാവരും ശിക്ഷയ്ക്ക് യോഗ്യരാണ്, അതിലാരും വിശുദ്ധരായിട്ടില്ല. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മേലെ നീതിമാനായിട്ട് ഒരു മനുഷ്യൻ പോലുമില്ല, അത് യഹൂദനുമില്ല ജാതികളുമില്ല എന്ന് പറയുക. 3:20 വരുമ്പോഴാണ് അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ തുടക്കം ഒരു ശിക്ഷാവിധി, എല്ലാവർക്കും ഉള്ള ശിക്ഷാവിധി. അതിന്റെ ആദ്യത്തെ വിഷയം ശിക്ഷാവിധി എന്നുള്ളത്. അതുകൊണ്ട് 1:18 മുതൽ 3:20 വരെ ജാതികളും യഹൂദനും ഒക്കെ ലഭിക്കാൻ പോകുന്ന ശിക്ഷാവിധിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിർത്തിയെടുത്ത് തന്നെ നമുക്ക് തുടങ്ങി പോകാം. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് നിർത്തിയത് പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്നൊരു വിഷയമാണ്. അതിനെ ഞാൻ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരല്പം സ്ലോ ആയിരിക്കും ആദ്യത്തെ ചില ചാപ്റ്ററുകൾ പോകുന്നത്, എന്നാലും കഴിയുന്നത്രയും വേഗത്തിൽ ഞാൻ പോകുവാനായിട്ട് നോക്കാം. ആവശ്യമില്ലാത്തിടത്തോ അധികം സമയം നിർത്തി ചെലവാക്കണ്ട എന്ന് തോന്നുന്നിടത്തോ ഞാൻ അധികം സമയം കളയത്തില്ല. കഴിയത് മുന്നോട്ട് പോകാനായിട്ട് നോക്കാം. പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം, ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയമാണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞിരുന്നു. അത് പ്രവാചകന്മാർ മുൻപ് കൂട്ടി പറഞ്ഞിരുന്നതാണോ ഈ സുവിശേഷം? പിന്നെ എങ്ങനെയാണ് താങ്കൾ അതിനെ മിസ്റ്ററി എന്ന് പറയുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, മശിഹ ലോകത്തിലേക്ക് വരുമെന്നും ആദാമ്യ പാപത്തിന് പരിഹാരം ഉണ്ടാകുമെന്നും എന്നൊക്കെയുള്ളത് ഒരു മിസ്റ്ററിയെ ആയിരുന്നില്ല. അതെല്ലാം അങ്ങ് ഏദൻ തോട്ടം മുതലേ ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. കർത്താവ് മശിഹ ലോകത്തിലേക്ക് വരും. പ്രവാചക പുസ്തകം മുഴുവനും എഴുതിയിരിക്കുന്നത് അതാ. കർത്താവ് യേശു ക്രിസ്തു തന്നെ ലോകത്തിൽ വന്നപ്പോൾ പരീശന്മാർ കർത്താവിനെതിരായിട്ട് ഒരു കുറ്റം കണ്ടുപിടിച്ച് കർത്താവിനെ വിചാരണ നടത്തുവാൻ ചുറ്റും കൂടിയിരിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് കാണാം,
അവിടെ നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത്, നിങ്ങൾ യു സെർച്ച് ദ സ്ക്രിപ്റ്റേഴ്സ്, തിരുവചനത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, തുടക്കം മുതൽ ഒടുക്കം വരെ അതിൽ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല, പക്ഷെ ഉണ്ടെങ്കിൽ തിരുവചനം തുടക്കം മുതലേ എന്നെ കുറിച്ചാണ് പറയുന്നത്. അതാ ഇവിടെ പറയുന്നത്, പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. ആ സുവിശേഷം എന്ന് പറയുന്നത് ഈശായിയുടെ വേരിൽ നിന്ന്, ദാവീദിന്റെ കുലത്തിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ഈ ലോകത്തിലേക്ക് വരുമെന്നും, ഒരു രാജാവ്, ആ ദൈവം ഇവിടെ തരാൻ പോകുന്ന സ്വർഗരാജ്യം, അതിന് നീതിയോടെ നിത്യം വാഴുമെന്നും ഒക്കെ ഉള്ളത് ഉൽപ്പത്തി പുസ്തകം മുതൽ, അതായത് തോറായിലും നെവീമിലും പ്രവാചക പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും ഇത് മുഴുവനും പറഞ്ഞിരിക്കുക. അപ്പോ അതിനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൽ ഒരു അത്ര അങ്ങോട്ട് കൺവീൻസിങ് ആയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്ന് രണ്ട് വാക്യം കൂടെ കാണിച്ച് അതിനെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോവാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ചില വാക്യങ്ങൾ കൂടെ കാണിച്ച് ഞാൻ നിങ്ങളെ ആ വിഷയത്തിൽ ഒന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകാം. ഇവിടെ പറയുന്നത് കണ്ടോ, അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ആ കാലിത്തൊഴുത്തിൽ, പുൽത്തൊഴുത്തിൽ ജനിക്കുമ്പോൾ സ്വർഗദൂതന്മാര് ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനാകുന്ന ഒരു രംഗമാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിക്കുന്നത്. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന്, കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി, അവർ ഭയപരവശരായി തീർന്നു. തേജസ്സിൽ ദൂതന്മാര് ആട്ടിടയന്മാരുടെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുക. അവരോട് പറയുന്നത്, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ സുവിശേഷമാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ സുവിശേഷം ലോകത്തെ ആദ്യം അറിയിക്കുന്നത് ദൂതന്മാരാണ്. ഒത്തിരി വചനങ്ങൾ കാണുവാനായിട്ട് കഴിയും, പക്ഷെ ഞാൻ അവിടുന്ന് അധികം എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനോടകം ഈ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ കർത്താവ് ലോകത്തിലേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വന്നു കഴിഞ്ഞ് നിവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഒരു വ്യക്തത കൊടുത്തിരുന്നില്ല. അതിലൊരു നല്ല ശതമാനം കാര്യങ്ങൾ എന്ത് നടക്കുമെന്ന് എല്ലാ പ്രവാചകന്മാരിൽ കൂടിയും അറിയിച്ചിരുന്നു. ലോകാരംഭം മുതൽ പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നത്, അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 21-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. ലോകത്തിന്റെ ആരംഭം മുതൽ പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ലോക ആരംഭം മുതൽ അന്നുവരെ പൗലോസ് അപ്പോസ്തലൻ ഇത് വെളിപ്പെടുത്തുന്നത് വരെ അറിയിച്ചു കൊടുക്കാതിരുന്ന അനേക കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് പൗലോസിനെ ഏൽപ്പിച്ചിരിക്കുന്നതും പൗലോസ് ഇവിടെ പ്രസിദ്ധമാക്കുന്നതും. ആ വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യം. അവിടെ പറയുന്നത് കണ്ടോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ അത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുക. എന്തുകൊണ്ട് അത് മറച്ചിരുന്നു എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 7-8 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. അവിടെ പറയാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ, അതായത് ഈ ഉലകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ നമ്മുടെ തേജസ്സിനായിട്ട്, എന്റെയും നിങ്ങളുടെയും തേജസ്സിനായിട്ട്, നമ്മുടെ നിത്യതയ്ക്കായിട്ട് മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ, എങ്ങനെ മറച്ചു വെച്ചിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇതൊരു കംപ്ലീറ്റ്ലി ഹിഡൻ മിസ്റ്ററി ആയിരുന്നു. ഈ മർമ്മം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത് കാര്യങ്ങളെ മറച്ചു വെച്ചിരുന്നതിനെയാണ് മർമ്മം എന്ന് പറയുന്നത്, മിസ്റ്ററി എന്ന് പറയുന്നത്. ആ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അടുത്ത വാക്യം പറയുകയാണ്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. ഈ ലോകത്തിലുള്ള മനുഷ്യരാകട്ടെ, സ്വർഗത്തിലുള്ള ദൂതന്മാരാകട്ടെ, ഒരു കുഞ്ഞുങ്ങൾക്കും ഇത് അറിഞ്ഞിരുന്നില്ല. കാര്യം ദൈവം ഇത് മറച്ചു വെച്ചിരുന്നത്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. കാര്യം ക്രൂശാണ് ഇതിന്റെ പിവറ്റൽ പോയിന്റ് എന്ന് പറയുന്നത്. ആ ക്രൂശിലൂടെയാണ് ഈ രക്ഷ, ഉലകത്തിന്റെ വീണ്ടെടുപ്പ്. ഏദൻ തോട്ടത്തിൽ നമുക്ക് നഷ്ടമായി പോയ ഉലകത്തിനെ തിരിച്ച് റിഡീം ചെയ്യുന്ന ആ പ്രവൃത്തി നടക്കുന്നത് ക്രൂശിലാണ്. അത് ക്രൂശിൽ കൂടെ ഇന്ന ദിവസം ഇത്രാം തീയതി കർത്താവ് വന്ന് നടത്തും എന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ സാത്താൻ അത് സമ്മതിക്കത്തില്ലായിരുന്നു, അതിനവൻ അനുവദിക്കത്തില്ലായിരുന്നു. അനുവദിക്കത്തില്ലെന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ല, തിരുവചനം പറയുക.
എന്ത് കാര്യങ്ങളെ അറിയാവുന്ന ദൈവം തിരുവചനത്തിൽ കൂടെ പറയുക. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ, അത് സാത്താന്റെ സൈന്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും അറിഞ്ഞിരുന്നുമില്ല, ഒരു ദൂതന്മാർക്ക് അറിയത്തില്ല, ഗബ്രിയേലിന് അറിയത്തില്ല, മിഖായേലിന് അറിയത്തില്ല, 12 അപ്പോസ്തലന്മാർക്ക് അറിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ പോലും അതിനെക്കുറിച്ച് ഒരു വാക്കും പ്രസ്താവിച്ചിട്ടില്ല. ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഈ കാലത്തിലോ ഞങ്ങൾക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി തരുന്നത്? സ്വർഗരാജ്യത്തിന്റെ സമയം ഇതാണോ എന്ന് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. അന്നേരം കർത്താവിന് അതിന് മറുപടി പറയണം. പക്ഷെ അവിടെ വെച്ചും കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് അറിയുവാനുള്ളതല്ല, നിങ്ങളുടെ അറിവിനായി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമല്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യം അനുസരിക്കാൻ പറയാം. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപായിട്ട് ലാസ്റ്റിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അന്നേരം പോലും കർത്താവ് അത് വെളിപ്പെടുത്തുന്നില്ല. നോ 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 നോ, ദാറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് സം ടൈം. അടുത്തൊരു 2000 വർഷത്തേക്ക് ഞാൻ എൻ്റെ കൃപയാൽ ജാതികളെ, ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ജാതീയ ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു ടൈം പീരീഡ് ഓപ്പൺ ആക്കാൻ പോവുകയാണെന്ന് ഒന്നും പറഞ്ഞില്ല. ഒരിടത്ത് പോലും ഇത് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. അത് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. അത്രമാത്രം രഹസ്യമായിരുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ ഉള്ള ചാൻസ് ഉണ്ടോ എന്ന്. ഇതാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇതിന്റെ മാഹാത്മ്യത്തെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് വെളിപ്പെടുത്തിയതും, എന്നാൽ തന്നിലൂടെ വെളിപ്പെട്ട ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം സാത്താന്റെ ആധിപത്യത്താൽ അതിനെ വിഴുങ്ങിക്കളയുക, അതിനെ അമർത്തി കളയുകയും ചെയ്ത ഒരു സുവിശേഷം വീണ്ടും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. ഈ അന്ത്യകാലത്ത് ലോകത്തെ അറിയിക്കുവാൻ 800 കോടി ലോകത്തിൽ 800 കോടി ജനങ്ങൾ ഇന്ന് ഈ ലോകത്തിന്റെ മേലെ ഉണ്ട്. ഈ ലോകത്തെ അറിയിക്കുവാൻ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മഹാസുവിശേഷമായിരുന്നു. അതിന് എത്രമാത്രം ധൈര്യത്തോടും എത്രമാത്രം സന്തോഷത്തോടും ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് അത് ഏറ്റെടുത്ത് ഏതെല്ലാം വിധത്തിൽ കൂടി ഇത് ലോകത്തിൽ പ്രസിദ്ധമാക്കുവാൻ കഴിയുമോ അത് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മഹാസുവിശേഷം ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഇവിടെ നിന്നൊന്ന് ഞൊടിച്ചു കഴിഞ്ഞാൽ അത് ന്യൂയോർക്കിൽ കേൾക്കാൻ കഴിയും. അത്രമാത്രം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇന്ന് ഡെവലപ്പ് ആയിരിക്കുക. ഞാൻ ഈ പറയുന്നത് ഇവിടെ ഫ്ലോറിഡയിൽ നിന്നും ഐസക് സണ്ണി കേട്ടുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അതുപോലെ ലൈവായിട്ട് ഉലകം മുഴുവൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്തിച്ചേരുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഇത്ര മഹത്കരമായ ഒരു സുവിശേഷം ഏൽപ്പിച്ചിരിക്കുക. ഇതാണ് ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, മറ്റുള്ളവർക്ക് ആർക്കും അറിയാതിരുന്ന, അന്ന് വരെ ലോകത്തിൽ മറഞ്ഞിരുന്നതായ ഒരു വലിയ സുവിശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ ഈ റോമാലേഖനത്തിൽ കൂടി പറഞ്ഞു തുടങ്ങിയത്. അതിന്റെ 16-ാമത്തെ അധ്യായത്തിലും ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 16-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങളോട് പറയുകയാണ്, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട്. കണ്ടോ, ആദ്യം പറഞ്ഞ ആ വാക്യത്തിനെ കോൺട്രാഡിക്ടറി ആയിട്ടാണ് ഇത് വരുന്ന. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഒരു സർട്ടൺ പോർഷൻ കർത്താവ് ലോകത്തിൽ വന്നു കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് എല്ലാ പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തിയിരുന്നില്ല. അതിൽ മർമ്മമായിരുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ദ ഗോസ്പൽ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതും ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ടൈം പീരീഡ്. പൂർവ്വകാലങ്ങളിൽ അത് മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Now to him that is of power to establish you according to my gospel and the preaching of Jesus Christ according to the revelation of the mystery. എങ്ങനെ? according to the revelation of the mystery. അതായത് ദൈവത്തിന്റെ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള സുവിശേഷം. ഈ സുവിശേഷമാണ് റോമാലേഖനത്തിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത്. ഒത്തിരിയും റെഫറൻസുകൾ ഇതിനെക്കുറിച്ച് കാണിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ ഒരു ഭാഗം കൂടെ മാത്രം പെട്ടെന്നൊന്ന് കാണിച്ച് അത് നിർത്താം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 5-ാം വാക്യം, ആ മർമ്മം
ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ആ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, ആ മർമ്മം ഇപ്പോൾ താൻ ആ എഫേസ്യ ലേഖനം ഒക്കെ എഴുതുന്ന ആ കാലഘട്ടം AD 35-40 ശേഷമുള്ള ആ കാലഘട്ടത്തെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഈ പറയുന്നത്. ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും, ഇവിടെ ഞാൻ ഇനി നിൽക്കുന്നില്ല, കാര്യം അനേക എപ്പിസോഡുകളിൽ ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും 12 അപ്പോസ്തലന്മാരും പഴയ നിയമത്തിലെ പ്രവാചകന്മാരും അല്ല, മറിച്ച് ദൈവസഭയിൽ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേശകന്മാരും എന്ന് പറഞ്ഞ 5 തസ്തികയുണ്ട്. അതിലെ 1ാമത്തെയും 2ാമത്തെയും പൊസിഷൻസിനെയാണ് ഈ പറയുന്നത്. വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതെന്ത് സുവിശേഷമായിരുന്നു? അതാണ് ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണമെന്നുള്ളത് തന്നെ. ഈ ജാതികൾ എന്നുള്ള ഈ ഒരു വിഷയം ഇന്ന് അനേകർക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ടില്ല, അജ്ഞമായി കിടക്കുക. ജാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ യഹൂദന്മാരെ പോലെ തന്നെ ദൈവിക സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിവുള്ളവരും ആ ഒരു പ്രിവിലേജ് ഒക്കെ ഉണ്ടായിരുന്നവരാണെന്നാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്. അത് ഈ എന്താ പറയുന്നത്, തിരുവചനത്തിനെ കുറിച്ചുള്ള അന്ധതയാണ്. തിരുവചനം അറിയാത്തതിനെ കുറിച്ചും മനസ്സിലാകാത്തത് കൊണ്ടുള്ള അന്ധതയാണ്. നമുക്ക് യഹൂദനോടോ ദൈവവചനത്തോടോ ന്യായപ്രമാണത്തോടോ ഒന്നും അടുക്കാൻ പറ്റാത്ത കാലമായിരുന്നത്. യാതൊരു വിധത്തിലും രക്ഷയ്ക്ക് യാതൊരു വഴിയുമില്ലായിരുന്ന കാലമാണ്. തള്ളപ്പെട്ട് കിടന്നിരുന്നവരായ നമ്മൾ അനേക 1000 കിലോമീറ്ററുകൾ നാം ദൂരം മാറിയിരുന്നവരാണ്. അതൊക്കെ ഈ റോമാലേഖനത്തിന്റെ പ്രാരംഭ പഠനത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരോട് ആ ചെയ്ത സുവിശേഷം, മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം, അതെന്താണെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. കൊരിന്ത്യ ലേഖനം 1 ഫ്ലാഷ് ചെയ്ത് ഞാൻ മാറാം. കൊരിന്ത്യ ലേഖനം 15-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ആ സുവിശേഷം പറയുകയാണ്. ഇതാ വാക്യത്തിൽ കാണിക്കുകയാണ്, എന്നാൽ സഹോദരന്മാരെ, അവസാനമായിട്ട് കൊരിന്ത് വിട്ടു പോവുകയാണ്. അവിടുന്ന് അവർക്ക് എഴുതി, അവരെ ഹഗ് ചെയ്ത് അവർക്ക് എഴുതുക, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരിക. ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തെ കുറിച്ച് പോൾ എടുത്തു പറഞ്ഞിട്ട് പറയാം, നിങ്ങൾക്ക് ലഭിച്ചതും വൃഥാവല്ലെന്ന് വരിക. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷം. ഫോർ ഐ ഡെലിവേർഡ് അൺടു യു ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് വിച്ച് ഐ ഓൾസോ റിസീവ്ഡ്. ഞാൻ എങ്ങൊന്നും കൊണ്ടുവന്നതല്ല, എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് കൈമാറിയിരിക്കുക. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറയുന്ന ആ കാര്യം, അതേ കാര്യം തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ ഐ ഡെലിവേർഡ് അൺടു യു ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് വിച്ച് ഐ ഓൾസോ റിസീവ്ഡ്, how that Christ died for our sins according to the scriptures, and that he was buried and that he rose again the third day according to the scriptures. തിരുവെഴുത്തുകളും പ്രകാരം അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത്. അത് തന്നെ പോളിന്റെ 13 ലേഖനത്തിൽ കൂടെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രാരംഭ ഭാഗം ഇങ്ങനെയാ പറയുന്നത്. വാക്യം നോക്കിയെ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആർക്കും രക്ഷിക്കപ്പെടാവുന്ന, ഏതു മനുഷ്യനും രക്ഷിക്കപ്പെടാവുന്ന ഒരു സുവിശേഷം കർത്താവ് പൗലോസ് അപ്പോസ്തലൻ കൂടെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. ഇതാ പോൾ പറഞ്ഞ സുവിശേഷം എന്ന് പറയുന്നത്. ഇതിനെയാണ് പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്ന് പറയുന്നത്. ഇതല്ല, കർത്താവ് ലോകത്തിലേക്ക് വരുമെന്നുള്ളതായിരുന്നു. എന്നാൽ കർത്താവ് ലോകത്തിൽ വന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, വരാനുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടല്ല പോയത്. ക്രൂശ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർക്ക് അറിയത്തില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസിൽ അറിയത്തില്ല. പത്രോസ് അപ്പോസ്തലൻ അതിന്റെ തലേദിവസവും അറിയത്തില്ല. പന്തിരുവർക്ക് അതിന്റെ ക്രൂശ് കഴിഞ്ഞതിന് ശേഷവും അറിയത്തില്ല അതിലെന്താണ് നിറവേറിയെന്ന്. അപ്പോസ്തല പ്രവൃത്തിയിൽ 8-ാം അധ്യായം വരെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രൂശിന്റെ മഹത്വം അവർക്ക് ആർക്കും അറിയത്തില്ല. അവരെല്ലാം ഒരു കുലപാതകം നടന്നിരിക്കുന്നു. നിങ്ങൾ നമ്മുടെ കർത്താവിനെ ആ ക്രൂശ് മരത്തിൽ തൂക്കി കൊന്നു കളഞ്ഞിരിക്കുന്നു. ക്രൂശ് ഒരു അപമാനത്തിന്റെ ചിഹ്നമായിട്ട് അവരതിനെയൊക്കെ പ്രസിദ്ധമാക്കിയിരുന്നത്. പോളിന്റെ കൂട്ടല്ല, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്, എനിക്ക് കർത്താവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുതെന്ന്. കർത്താവിന്റെ ക്രൂശ് മാത്രം അറിയുന്നവനായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ മഹത്വം വെളിപ്പെട്ടത് പൗലോസ് അപ്പോസ്തലനാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ഹൃദയത്തിൽ അതൊന്ന് ഇറങ്ങുവാനായിട്ട്, അതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഉലകത്തിൽ ആദാമിനെ സൃഷ്ടിച്ച നാൾ മുതൽ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ള സിംഹാസനം വരെയുള്ള സകല മാനവരാശിയുടെയും രക്ഷ
അത് നടക്കുന്നത് ആ കാൽവറി ക്രൂശിലാണ്. അതിലെ വിശ്വാസത്താണ്. നാം വീണ്ടും ക്രൂശിൽ കയറി മരിക്കാനല്ല, നാം മരിച്ച് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാര്യം നമുക്കതിനുള്ള വിശുദ്ധിയില്ല, നാം അങ്ങനെയുള്ളൊരു നീതിമാനല്ല. അതുകൊണ്ടാണ് നീതിമാനായ ദൈവം മനുഷ്യനായിട്ട് വന്ന് നമ്മുടെ പാപം തൻ്റെ തോളിലേറ്റിക്കൊണ്ട് നമുക്ക് പകരമായ ഒരു മറുവില യാഗമായിട്ട് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുക. അതിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും ആ ഒരു രക്ഷ നമ്മിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്യുക, നമ്മിലേക്ക് പകരപ്പെടുക. ആ വിശ്വാസത്താൽ നാം അത് നീതിയായി കണക്കിടപ്പെടുക, നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്യുക. അതാണ് ഈ കാലഘട്ടത്തിലെ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. ഇതാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ അറിയിച്ചിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്. പോൾ പറഞ്ഞ സുവിശേഷം കർത്താവിന്റെ ക്രൂശും അതിന്റെ മഹത്വവും അതിലൂടെ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയുമാണ്. നമുക്ക് പോകെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇതിന്റെ പല വശങ്ങളും കാണുവാനായിട്ട് കഴിയും. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഭാഗമേ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും സാത്താനെ ആയുധവർഗം വെപ്പിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവൻ വീണുപോയ സാത്താനാണ്. അവൻ ദൈവത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുക. അവനൊരു സ്ഥലം സ്വർഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അവൻ സ്വർഗത്തിലെ ദുഷ്ടാത്മ സേനയാണ്. അവനെ എങ്ങും ആയുധവർഗം വെപ്പിച്ച് അവനെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുന്നത്, അവനെ ജയിക്കുന്നതോ അല്ലെങ്കിൽ അവന്റെ അധികാരത്തിൽ നിന്ന് അവനെ വെട്ടിക്കളയാനുള്ള പദ്ധതികളെ കുറിച്ചോ ഒന്നും തന്നെ അവിടെ പറഞ്ഞിട്ടില്ല. ദൈവം എന്നേക്കുമായിട്ട് അവനെ തള്ളിക്കളയുവാനായിട്ട് നരകം, നിത്യനരകം, ദ ലേക്ക് ഓഫ് ഫയർ ഉണ്ടാക്കിയിട്ടുണ്ട്. സാത്താനെയും അവന്റെ ദൂതന്മാരെയും എന്നേക്കുമായിട്ട് അതിൽ തള്ളിക്കളയുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ നിറവേറും എന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്കും അവിടെ പറഞ്ഞിട്ടില്ല. ആർക്കും അറിയത്തില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ എന്ത് നടക്കുമെന്നുള്ളതിനെ കുറിച്ച് സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുന്നതും കർത്താവിനോട് ഇറങ്ങി വന്ന് എന്തിന് ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് അവൻ അറിയത്തില്ല. കർത്താവാണ് വന്നിരിക്കുന്നതും മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നും എല്ലാം അറിയാം. എന്തിനു വന്നിരിക്കുന്നു, എന്താണ് എക്സാക്ട്ലി നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചും അതിലൂടെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ രക്ഷയെക്കുറിച്ചും ഉലകത്തിലുള്ള മനുഷ്യർ മുഴുവനും അതിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു പദ്ധതിയെക്കുറിച്ചും ABCD അവൻ അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഇന്ന് അറിയാതെ പോയി, അത് സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ അവനത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് അവൻ അതിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ജനം ഇത് അറിയാൻ പാടില്ല. ക്രൂശ് അവർക്ക് മറയ്ക്കണം. അതാണ് സാത്താന്റെ ടാർഗറ്റ്. അതിന് എന്ത് വേണമെങ്കിലും തരാൻ സന്നദ്ധര. എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളാൻ പറയും. ഉലകം മുഴുവനും വേണമെങ്കിലും തരും. പക്ഷെ ഈ സംഗതി അറിയാതിരിക്കാൻ സാത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചത് ഈ പുസ്തകത്തിൽ കൂടെ നമ്മൾ പഠിക്കുന്നത്. അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ചു. പഴയ നിയമത്തിൽ നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരുമാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരും പ്രത്യാശയില്ലാത്തവരുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, യഹൂദൻ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ട്രീമാണ്. ഉലകം മുഴുവനും 99% മറ്റുള്ള ജാതീയ ജനങ്ങളാണ് താമസിക്കുന്നത്. അവർക്ക് ഇത് മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുള്ള അടിപ്പട സത്യം നമ്മൾ വിട്ടുപോകരുത്. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് നടുവിൽ നിന്ന് നീക്കി ക്രൂശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സുവിശേഷമാണ് ഈ പൗലോസ് അപ്പോസ്തലനിലൂടെ അറിയിച്ചിരിക്കുന്ന സുവിശേഷം. മറ്റ് ഏത് പ്രവാചകന്മാരാ അല്ലെങ്കിൽ ഏത് അപ്പോസ്തലന്മാരാ ഇതിനെക്കുറിച്ച് വെളിപ്പാട് ലഭിച്ചിരുന്നത്? ആരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലനോട് ഇത് ഉലകത്തിന് വെളിപ്പെട്ടതിന് ശേഷം ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് അവരുടെ ലേഖനങ്ങളിൽ കൂടെയൊക്കെ അവർ കുറിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി കർത്താവിന്റെ ക്രൂശിലൂടെയാണ് രക്ഷ എന്നുള്ളത്. എബ്രായ ലേഖന കർത്താവൊക്കെ അത് വളരെ വ്യക്തമായിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ യാഗങ്ങളും കാര്യങ്ങളും ഒക്കെ വിട്ടുകളയേണ്ട സമയം അതിക്രമിച്ചു. ആ യാഗത്തിലൂടെ അല്ല രക്ഷ, അതിനേക്കാൾ വലിയൊരു യാഗം കർത്താവ് ക്രൂശിലൂടെ ഒരിക്കലായി നിവർത്തിച്ചു എന്നവരെ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. മഹാപുരോഹിതനായിട്ട് കർത്താവാണ് നമ്മുടെ മഹാപുരോഹിതൻ. മോശയെക്കാൾ, അഹരോനേക്കാൾ, ലേവ്യ പൗരോഹിത്യത്തെക്കാൾ വലിയ പൗരോഹിതൻ, ന്യായപ്രമാണത്തെക്കാൾ വലിയവൻ. ന്യായപ്രമാണം ആ വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ശേഷമുള്ള പുസ്തകങ്ങൾ നമുക്ക് കാണാം. അതൊക്കെ നാം ഇവിടുന്ന് ചേർക്കപ്പെട്ടതിന് ശേഷം, റാപ്ചറിൽ സഭ ഇവിടുന്ന് ചേർക്കപ്പെട്ടതിന് ശേഷം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടായിട്ട് അവർക്ക് ആപ്ലിക്കബിൾ ആയി വരും. അന്നും അവർക്കറിയാം ക്രൂശിലൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നതെന്ന്. അതുകൊണ്ട് ആ വെള്ളി, പൊന്ന്, വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല, കർത്താവിന്റെ
കുഞ്ഞാടിന്റെ രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗത്തും അവര് ജലസ്നാനം സ്വീകരിക്കും. ആ ജലസ്നാനം സ്വീകരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരാ ഏറ്റെടുത്തിരിക്കുന്ന രക്ഷ കർത്താവിന്റെ മരണത്തിലൂടെ, ആ കാൽവറി ക്രൂസിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ആ കർത്താവിന്റെ മരണത്തെ അവര് സാക്ഷീകരിക്കുന്നതിന് തുല്യമായി അവരുടെ ഫെയ്ത്തിനെ എക്സ്പ്രസ് ചെയ്യുവാനായിട്ട്, അവരുടെ വിശ്വാസം മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് അവരവിടെ ജലസ്നാനം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ ഒരു പ്രത്യേക ടൈം പീരീഡ് എന്ന് പറയുന്നത് കൃപാ കാലഘട്ടമാണ്. ഇവിടെ ക്രൂസ് അല്ലാതെ വേറെ ഒന്നിനും ഒരു പ്രസക്തിയുമില്ല. ഇറ്റ് ഈസ് ദ ക്രോസ് ദാറ്റ് സേവ്സ് യു. ഹല്ലേലൂയ. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ ഈ സുവിശേഷത്തിൽ കൂടെ, ഈ റോമാലേഖനത്തിൽ കൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റിലും മറ്റ് ഒരു പുസ്തകങ്ങളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ, അതിലെ വിശ്വാസത്താൽ നീതീകരണം, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഇതൊക്കെ പഴയ നിയമത്തിലോ മത്തായി മർക്കോസിലോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലും. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോട് നമ്മൾ തിരിച്ചു പോകത്തില്ല. കാര്യം അതാണ് അവരുടെ ജീവൻ എന്ന് പറയുന്നത്. അതാണ് അവർ ചെയ്യുന്നത്. അവർ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കംപ്ലീറ്റ് കാര്യങ്ങൾ ന്യായപ്രമാണ പ്രകാരം ചെയ്യുന്നവരാണ്. ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും. അതാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദനെയും ജാതിയെയും ഒരു വ്യത്യാസവുമില്ല. ഇപ്പോഴും പറയുന്നതാണ്, whether we be Jews or Gentiles, whether we be bond or free, we are all baptized into one spirit എന്ന് പറയാം. നമ്മൾ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റ് ഒരേ ബോഡി ഓഫ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. അന്ന് അവർക്ക് അറിയത്തേയില്ല, ഇന്നും അവരത് അംഗീകരിക്കത്തില്ല. അവർക്കൊരു ജാതിയന്റെ ദേശത്ത് കടക്കാൻ കഴിയത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിക്കാൻ പറ്റത്തില്ല. നല്ല ശമരിയക്കാരന്റെ ഒക്കെ കഥ നമുക്കറിയാം. ശമരിയ സ്ത്രീയുടെ അടുക്കൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കുന്ന കഥ നമുക്കറിയാം. അവരുടെ ദേശത്ത് കൂടെ പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് തീണ്ടലും തൊട്ടിലും ഉള്ള ജാതിയാണ്. ഇന്ന് അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമ്മൾ രണ്ടുപേരും ഒരുപോലാണ്, ചേട്ടനും അനിയനുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് അതാണ് സ്ഥിതി. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ക്രൂസിലൂടെ ആ വേർപാടിന്റെ നടിച്ചോർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ദൈവം കർത്താവിൽ ഒന്നാക്കി തീർത്തിരിക്കുക. മുമ്പേ ദൂരസ്ഥരായിരുന്നു നാം, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുക. വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മ സ്നാനത്താൽ ക്രിസ്തുവിലാക്കുന്നുവെന്നും യഹൂദനും ജാതിയും ഏക ശരീരത്തിന്റെ ഭാഗമാകുന്നുവെന്നും ഇതെല്ലാം ഈ റോമാ ലേഖനത്തിലൂടെയും പൗലോസ് അപ്പോസ്തലനിലൂടെ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിൽ കൂടിയാണ് നാം ഇതെല്ലാം പഠിച്ചു വരുന്നത്. നിങ്ങൾക്ക് ആ സുവിശേഷത്തിന്റെ വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം 1-2 പേർ എന്നോട് ചോദിച്ചു, ആ ഭാഗം ഒരല്പം കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അല്പം സമയം അവിടെ ചെലവാക്കിയത്. പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്ന വിഷയം. അടുത്ത വാക്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത്. അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അവിടെ ഞാനൊന്ന് നിർത്തുകയാണ്. 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ പറയുകയാണ്, 2-ാമത്തെ വാക്യം, മുമ്പ് കൂട്ടി ചെയ്ത സുവിശേഷത്തിന് ആയി വിളിച്ച് വേർതിരിക്കപ്പെട്ട അപ്പോസ്തലൻ. ഇവിടെ പറയാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. നമുക്കറിയാം പൗലോസിനെ ആരാ വിളിച്ച് വേർതിരിച്ചത്?
കർത്താവായ യേശു ക്രിസ്തുവ ഞാൻ പോയതുപോലെ വീണ്ടും വരും. സ്വർഗാരോഹണം ചെയ്ത് ഒലിവ് മലയിൽ നിന്നും എടുക്കപ്പെട്ട ദൈവം രണ്ടാം വരവിലാണ് രണ്ടാമത് ലോകത്തിലേക്ക് വരേണ്ടുന്നത് അവരോട് പറഞ്ഞ പ്രോമിസിന് പ്രകാരം. എന്നാൽ ആ പ്രോഗ്രാം ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് കർത്താവ് ദമസ്കോസിലേക്ക് ഇറങ്ങി വരിക. ദമസ്കോസിൽ വെച്ച് കർത്താവ് പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാമത്തെ അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ള ഭാഗമാണ്, എന്നിരുന്നാലും ഒന്ന് ടച്ച് ചെയ്ത് വിടാം. ബൈബിൾ സ്റ്റഡി ആണല്ലോ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക, നീ എന്നെ കണ്ടതിനും ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. കർത്താവോട് പ്രത്യക്ഷനായിരിക്കുക. നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും, അതായത് ഇസ്രായേൽ ജനത്തിന്റെയും, ജാതികൾ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ജനത്തിന്റെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. കാര്യം ഇവർ രണ്ടുപേരും നിനക്കെതിരായിട്ട് തിരിയും, പ്രത്യേക യഹൂദൻ നിനക്കെതിരായിട്ട് തിരിയും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. കർത്താവ് കൽപ്പിച്ചാക്കിയിരിക്കുക. ഇത് വേറെ ഒരു കൗൺസിലോ കമ്മിറ്റിയോ ചേർന്നെടുക്കുന്നതല്ല. കർത്താവ് പൗലോസ് അപ്പോസ്തലനെ ഈ വേലയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. ഗലാത്യ ലേഖനത്തിലും ഒത്തിരി ലേഖനങ്ങളിൽ സിമിലർ ആയിട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ 15-ാമത്തെ അധ്യായം, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യം അവിടെ പറയും, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ആ സമയത്ത് തനിക്ക് അറിയത്തില്ല. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ, തൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു. തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. അന്നേ ദൈവത്തിന് പൗലോസിനെ കുറിച്ച് ആ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വിളിച്ച് വേർതിരിച്ചു എന്ന് പോൾ പറയുക. തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ, കണ്ടില്ലേ, ഹല്ലേലൂയ, പൗലിനെ ദൈവം ജാതികളുടെ അപ്പോസ്തലനായി അപ്പോയിന്റ് ചെയ്തിരിക്കുക. നിറയെ വാക്യങ്ങൾ ഞാൻ ഈ വിഷയം പ്രൂവ് ചെയ്യാനായിട്ട് കാണിക്കാൻ കഴിയും. ഹല്ലേലൂയ. ജാതികളുടെ അപ്പോസ്തലനായി പൗലോസിനെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുക. ഇതാ നമ്മൾ റോമാലേഖനത്തിൽ ഇപ്പോൾ വായിച്ചത്. ദൈവം വിളിച്ച് വേർതിരിച്ചു എന്ന് പറഞ്ഞ ആ ഭാഗം, 2-ാമത്തെ വാക്യം, റോമാലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. അവിടെ പറഞ്ഞ സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. അങ്ങനെ വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. ഇവിടെ എന്താ യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറയുന്നത് അറിയാമോ? തീർച്ചയായിട്ടും ദൈവത്തിന്റെ ദാസനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ദാസനായിട്ട് നാം അടുത്തൊരാളെ കാണുന്നത് മോശയാണ്. മോശസിനെയാണ് ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ മോശയെയും പൗലോസിനെയും വിളിച്ചിരിക്കുന്നത് ഒരു സിമിലർ കോളിംഗ്. രണ്ടു പേർക്കും കൊടുത്തിരിക്കുന്നത് രണ്ട് ദൗത്യമാണ്, രണ്ട് കാലഘട്ടത്തിലേക്കുള്ള ദൗത്യമാണെങ്കിലും സിമിലർ കോളിംഗ്, ഒരു സെയിം വിളിയായി ഇവരെ രണ്ടുപേരെയും വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പഠനത്തിന്റെ ശേഷം നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് ഫസ്റ്റും സെക്കൻഡും പ്രൈസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേണ്ടുന്നവരൊക്കെ നോട്ട് എഴുതിയെടുക്കണം. നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും നല്ല പ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനം പഠിക്കുവാനായിട്ട് ഉത്സാഹത്തോടെ ഈ നോട്ട് എഴുതിയെടുക്കണമെന്ന് ഞാൻ ഓർക്കുക. ഈ പൗലോസ് അപ്പോസ്തലനും മോശയും ഒക്കെ തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്ന് അറിയാമോ? ടെസ്റ്റിൽ ഞാൻ ആ ചോദ്യം ചോദിക്കത്തില്ല, കാര്യം ഇപ്പൊ ചോദിക്കുന്നത് കാര്യം മോശയെ എങ്ങനെ വിളിച്ചോ ഏകദേശം സിമിലർ വിളിയാ പൗലോസ് അപ്പോസ്തലനെയും വിളിച്ചിരിക്കുന്നത്. മോശയെ വിളിക്കുമ്പോൾ നമുക്കറിയാം, മോശ ഒരു കൊലപാതകനാ, കൊല ചെയ്തിട്ടാണ് ഓടിപ്പോയത്. അതുപോലെ തന്നെ പൗലോസ് അനേകരെ കൊല ചെയ്തിരിക്കുക. ദൈവനാമ നിമിത്തം അനേകരെ കൊല ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സ്തെഫാനോസിനെ കൊല ചെയ്യുവാനായിട്ടുള്ള അവസാന കൽപ്പന ഇടുന്നതും പോളാണ് എന്ന് നമുക്കറിയാം. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പോൾ പറയാൻ കാരണമല്ല. രണ്ടുപേരും കൊല ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെയും കൊട്ടയിൽ ഇറക്കി വിടുന്നത് കണ്ടോ? മോശയെ ഒരു കൊട്ടയിൽ കൂടിയാണ് മോശയെ നൈൽ നദിയിൽ ഒഴുക്കി വിടുന്നതും അതിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതും ചെയ്യുന്നത്. അതുപോലൊരു കൊട്ടയിലാണ് പോളിന് ദമസ്കോസിൽ വെച്ച് പട്ടണത്തിൽ നിന്ന് ഒരു വലിയ മതിലിന്റെ മേലിൽ നിന്ന് ഒരു കൊട്ടയിൽ ഇറക്കി വിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പല കാര്യങ്ങൾ ഇതുപോലെ ആ ഒരു സിമിലാരിറ്റീസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ സീനായി ആടിനെ മേയിച്ച് നിൽക്കുമ്പോൾ മോശയെ ദൈവം വിളിക്കുന്നതായിട്ട് സീനായിൽ, സൗദി അറേബ്യയിലെ സീനായിൽ വെച്ച് മോശയെ ദൈവം വിളിക്കുന്നതായിട്ട് കാണാം. സെയിം കാര്യമാണ് പൗലോസിനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം
3 വർഷത്തോളം സീനായിലേക്ക്, അറബിയിലേക്ക് പോയി എന്ന് പറഞ്ഞ്, ഞാൻ ഇപ്പം ഇച്ചിരി മുമ്പേ വായിച്ച വാക്യമാണ്. എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം ജാതികളെ രക്ഷിക്കുവാനായി, അവരുടെ രക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ വിളിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് അഭിപ്രായം ചോദിക്കാതെ ഞാൻ അറബിയിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. ഏകദേശം ചില വർഷങ്ങൾ താൻ അവിടെ ആയിരുന്നു. ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടുകളൊക്കെ തനിക്ക് ലഭിക്കുന്ന അവിടെയാണ്. അനേക വിഷയങ്ങളിൽ പൗലോസും മോശയും തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി കാണാം. രണ്ടും രണ്ട് കാലഘട്ടത്തിലെ ദൈവിക സുവിശേഷം, ദൈവിക പദ്ധതി എന്താണെന്ന് അറിയിക്കുവാനായി ദൈവം വിളിച്ചിരുന്ന ദൈവദാസന്മാരാണ്. ആ മോശയെ ഒരുത്തരും ആരാധിച്ചിട്ടില്ല. മോശയിൽ കൂടി അവർ ആ ദൈവിക പ്രമാണങ്ങൾ അവർക്ക് ലഭിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചിരുന്നു. മോശ പറഞ്ഞിരുന്നത് പോലെ ദൈവത്തെ ആരാധിച്ചു. സിമിലർ കാര്യമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. പൗലോസിനെ ആരാധിക്കണമെന്നല്ല, പൗലോസിന് ഒരു വിലയും അഡീഷണൽ ആയിട്ട് കൊടുക്കണ്ട. ഒരു പ്രത്യേകതയും നമ്മളിൽ ഒരാളെക്കാൾ അപ്പോസ്തലനായ പൗലോസിന് ഇല്ല. എന്നാൽ തന്നെ ദൈവം വിളിച്ച്, ദൈവം വലിയൊരു രക്ഷാ പദ്ധതി തന്നിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് തന്നിൽ കൂടെ വെളിപ്പെട്ട് കിട്ടിയ 13 ലേഖനങ്ങളിൽ എന്ത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അപ്പോൾ പറയുന്നത്, എന്റെ സുവിശേഷ പ്രകാരം നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളിൽ. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അവിടെ എല്ലാം പോൾ പറയുന്നുണ്ടോ, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന, എന്നിൽ കൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ആ സുവിശേഷ പ്രകാരം നിങ്ങളെ ന്യായം വിധിക്കും. വേറെ മോശയിൽ കൂടെ ലഭിച്ച 10 കൽപ്പന പ്രകാരമോ വേറെ ഉപദേശപ്രകാരമോ ഒന്നും അല്ല നിങ്ങൾ ന്യായം വിധിക്കപ്പെടാൻ പോകുന്നത്. മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം, അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി, മറഞ്ഞിരുന്നതും പൗലോസ് അപ്പോസ്തലനോട് നമ്മളെ അറിയിച്ചിരിക്കുന്നതുമായ സുവിശേഷ പ്രകാരം നാം ന്യായം വിധിക്കപ്പെടും. റോമാലേഖനത്തിലേക്ക് അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 3-ാം വാക്യം, 2-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. റോമയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുകയാണ്. റോമിലെ വിശുദ്ധന്മാര് പ്രിഡോമിനന്റ്ലി ജാതികളായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിൽ ഒത്തിരി പേര് വിശ്വസിച്ചിരിക്കുന്നത് അത് മുഴുവൻ യഹൂദന്മാരായിരുന്നു എന്ന്, ചില ജാതികളും ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ അങ്ങനല്ല. റോമയിലെ സഭയിലെ വിശുദ്ധന്മാര് ഒരു നല്ല ശതമാനവും ജാതികളായിരുന്നു. തുടക്കത്തിൽ യഹൂദന്മാര് ആയിരിക്കാം അത് ആരംഭിച്ചത്. എന്നാൽ ആ ഒരു ക്രിസ്ത്യാനിറ്റി, ക്രിസ്തുവേശുവിൽ കൂടെയുള്ള രക്ഷാ പദ്ധതി എന്നൊരു ആരാധന അവിടെ ആരംഭിക്കുന്നത് യഹൂദന്മാരായിരിക്കാം. നമുക്ക് ആർക്കും അറിയത്തില്ല. പല അഭിപ്രായങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ചിന്തിച്ചതാണ്. എന്നാൽ ഈ ലേഖനമൊക്കെ എഴുതുമ്പോഴും അതിനുശേഷവും റോമയിലുള്ള സഭകൾ ഒരു സഭയല്ല. റോമയിൽ പല സഭകളുണ്ട്. ആ റോമ നഗരത്തിൽ പല സഭകളുണ്ട്. അതിലെ പല സ്ഥലങ്ങളിലും ഈ ലേഖനം വായിക്കുന്നതായിട്ട് നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ അവരെ വിസിറ്റ് ചെയ്യുമ്പോഴും നമുക്കറിയാം 100 കിലോമീറ്റർ അപ്പുറം മുതലുള്ള സഭകളിൽ പ്രസംഗിച്ചും അവരെ ഓർപ്പിച്ചുണർത്തിയുമായിട്ടാണ് റോമയിലെ സിറ്റി അല്ലെങ്കിൽ ആ മെയിൻ സ്ഥലത്തേക്ക് പോകുന്നത്. ആ സഭകൾക്കെല്ലാം വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനമാണ് ഈ റോമ ലേഖനം എന്ന് പറയുന്നത്. അവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്, റോമ സഭയിലുണ്ടായിരുന്നത് ജാതികളായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്താ അങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തലപ്രവൃത്തികൾ 18-ാം അധ്യായം 2-ാം വാക്യം നിങ്ങൾക്ക് അതിന് പെട്ടെന്ന് അതിന്റെ ആൻസർ തരും. അപ്പോസ്തലപ്രവൃത്തികൾ 18-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവിടെ പറയാം, യഹൂദന്മാരെല്ലാവരും റോമ നഗരം വിട്ടുപോകണം എന്ന് ക്ലൗദിയോസ് കൈസർ കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി. മനസ്സിലായോ? ഇവിടെ പറയുന്നത് യഹൂദന്മാർക്ക് റോമിൽ നിൽക്കുവാൻ കഴിയത്തില്ല. ക്ലൗഡിയസ് എന്ന് പറയുന്ന കൈസർ നാട് വാഴുന്ന സമയമാണ്. ആ സീസറിന്റെ കൽപ്പനയാണ് യഹൂദന്മാര് ആരും റോമിൽ നിൽക്കാൻ പാടില്ല, റോമിൽ നിന്ന് പോകണം. ഇതേ പ്രോബ്ലം തന്നെയാണ് ഫിലിപ്പിയയിലും ഉണ്ടായിരുന്നത്. കാര്യം റോമക്കാർ കുടിയേറി പാർത്തിരുന്ന മക്കധോനിയയിലെ ഒരു പട്ടണമാണ് ഫിലിപ്പിയ. അതുകൊണ്ട് തന്നെയാണ് ഫിലിപ്പിയയിലുള്ള യഹൂദന്മാരുടെ സിനഗോഗുകളൊക്കെ അടഞ്ഞു കിടന്നതും അവർക്ക് പല കർമ്മങ്ങളും സ്നാനങ്ങളും ഒക്കെ ആ ഗാൻജൈറ്റീസ് എന്ന് പറയുന്ന പുഴവക്കത്ത് നടത്തേണ്ടതായിട്ട് വന്നതും ഒക്കെ നമുക്ക് അറിയാം. ഈ ഫിലിപ്പിയ എന്ന് പറയുന്നത് റോമിന്റെ ഒരു റിപ്ലിക്ക ആണെന്ന് ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. ഈ റോമിൽ ചെന്നിറങ്ങിയ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഫിലിപ്പിയയിൽ ചെന്നിറങ്ങിയാൽ. കാര്യം റോമൻസ് കുടിയേറി പാർക്കുന്ന ഒരു സ്ഥലമായി ഫിലിപ്പിയ, ഗ്രീസിലെ മാസിഡോണിയയിലെ ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ടാണ് പൗലോസ് ആദ്യം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് ആരാധനാലയങ്ങളൊന്നും ലഭിക്കാതിരുന്നതും പുഴവക്കത്ത് ഇരുന്ന സ്ത്രീകളോട് സുവിശേഷം പറയുകയൊക്കെ ചെയ്യുന്ന രംഗം നമുക്കറിയാം. സെയിം കാര്യം ഇവിടെ റോമ നഗരത്തിൽ, ആ റോമ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗഡിയോസ് കൈസർ കൽപ്പിച്ചതുകൊണ്ട് ഇവിടെ നിന്ന് പൊന്തോസുകാരനായ ഒരു അക്വിലാസും പ്രിസ്കില്ലയും അവിടുന്ന് പോരുന്ന ഭാഗം ഇവിടെ എഴുതിയിരിക്കുക. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്
കാണുന്നത് ആ സ്ഥലത്ത് ആ സമയത്ത് അധികം യഹൂദന്മാർക്ക് താമസിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ റോമയിലെ സഭയിൽ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരിൽ നല്ല പങ്കും ജാതികളായിരുന്നു എന്ന് വേദപണ്ഡിതന്മാര് തറപ്പിച്ച് അഭിപ്രായപ്പെടുന്നു. ഇവിടെ റോമാലേഖനം എഴുതുന്നത് ഇത് 18-ാമത്തെ അധ്യായമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 18-ാം അധ്യായമാണ്. 19-ാമത്തെ അധ്യായം മുഴുവനും പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലാണ് താമസിക്കുന്നത്. എഫെസോസിൽ താമസിക്കുകയും 2.5 വർഷം തുറന്നോസിന്റെ പാഠശാല ഇവിടെ നടത്തുകയും കൊരിന്ത്യർക്കുള്ള ലേഖനമൊക്കെ എഴുതുകയൊക്കെ ചെയ്തതിനു ശേഷം താൻ മക്കതോന്യ വഴിയായിട്ട് ഇവിടെ കൊരിന്തിൽ എത്തിച്ചേരുക. ആ വരവിൽ 3-ാമത്തെ യാത്രയിൽ ആ വരവിൽ അവിടെ വെച്ചാണ് കൊരിന്തിലെ കെങ്ക്രയായിൽ ഇരുന്നുകൊണ്ടാണ് ഈ റോമാലേഖനം എഴുതുന്നത്. അതായത് അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ കാണുന്ന ഒരു 3 മാസം താൻ അവിടെ താമസിക്കുവാനായിട്ടിടയായി. ആ സമയത്താണ് ഈ റോമാലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് അറിയാം, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് റോമയിലുള്ള വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ റോമയിലുള്ള വിശുദ്ധന്മാർ 1-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം അതിങ്ങനെയാണ് പറയുന്നത്: റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ഈ വിശുദ്ധന്മാരിൽ ഒരു നല്ല പങ്കും ജാതികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. 4-ാമത്തെ വാക്യം, ഞാൻ ഗിയർ ഒന്ന് മാറുകയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നും എങ്ങും എത്തുകയല്ല, അതുകൊണ്ട് ഞാൻ അല്പം കൂടെ ഒന്ന് സ്പീഡ് കൂട്ടുകയാണ്. 4-ാമത്തെ വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവരെ അനുഗ്രഹിക്കുകയും അവരെ ഗ്രീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങുക. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ. ഈ ഒരു വാക്യം ഞാൻ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ വാക്യത്തിൽ കയറിയാൽ ഇന്നും തീരത്തില്ല, അടുത്ത ആഴ്ചയിലും തീരത്തില്ല. ഇതൊരു ഭയങ്കര വാക്യമാണ്. ഇതിനെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡായിട്ട് പിന്നീട് ചെയ്യാം എന്ന് വിചാരിക്കുക. ഇത് മനുഷ്യപുത്രനെന്നും ദൈവപുത്രനെന്നും ഉള്ള കാര്യം ക്ലാരിഫൈ ചെയ്യുന്ന ഒരു വാക്യമാണ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. ഈ വാക്യം ഞാൻ ഇവിടെ നിന്ന് പാർക്ക് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊരു ഇമ്പോർട്ടന്റ് വാക്യമാണ്. ദൈവത്തിന്റെ ആ മനുഷ്യത്വവും ദൈവത്വവും മനുഷ്യപുത്രൻ ദൈവപുത്രൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കി തരുവാൻ സൗകര്യം പോലെ ഞാൻ ഈ വാക്യത്തിലേക്ക് വന്ന് ഇത് ക്ലാരിഫൈ ചെയ്യാം. അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന് കൃപയും അപ്പസ്തോലവും പ്രാപിച്ചത്. ഞങ്ങള് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ച കാര്യം പറയുകയാണ്. അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അത് നിങ്ങൾക്കറിയാം, അവരുടെ വിശ്വാസം ലോകം മുഴുവനും, കാര്യം റോം എന്ന് പറയുന്നത് ലോകത്തിന്റെ ക്യാപിറ്റലാണ്. അന്നത്തെ ഉലകം മുഴുവനും അവരുടെ അധീനതയിലാണ്. ആ റോമിലെ സഭയെക്കുറിച്ച് അനേകർക്ക് അറിവായി വന്നിട്ടുണ്ട്. സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു എന്ന് പറയുന്നാൽ അവരുടെ ഇടയിൽ പ്രസിദ്ധമായിരിക്കുന്നു എന്നുള്ളത് ചൈനയിലുള്ള ബുദ്ധന്മാർക്കും ജപ്പാനിലുള്ള മറ്റുള്ളവർക്കും ഒക്കെ മനസ്സിലായി എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. എവിടെല്ലാം ആ സുവിശേഷം പോയിട്ടുണ്ടോ, എവിടെല്ലാം യഹൂദന്മാർ ചിതറിപ്പാർക്കുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ സുവിശേഷത്തിന്റെ വ്യാപ്തി എവിടം വരെ എത്തിയിട്ടുണ്ടോ, അവിടെയെല്ലാം അവർക്ക് പ്രസിദ്ധമായിരിക്കുന്നു എന്നാണ് ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. 1 മിനിറ്റ് ഇവിടെ നിന്നിട്ട് ഞാൻ പോകാം. ഇവിടെ ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. അർത്ഥാൽ ഞാൻ കർത്താവിനോട് എൻ്റെ പ്രാർത്ഥനയിലെല്ലാം വിട്ടുപോകാതെ അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് റോമിലെ വിശുദ്ധന്മാരെ കാണണം. പേഴ്സണലായിട്ട് അവരെ ചെന്ന് ഹഗ് ചെയ്ത് അവരെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഈ വിഷയത്തിൽ ഉറപ്പിക്കുവാനും അവരുടെ സംശയങ്ങൾ മാറ്റുവാനും ദൈവത്തിൽ എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ് അവരെ കാണുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുങ്ങണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം 24/7 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പലരും ഈ പ്രാർത്ഥനയെ പല നിലകളിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അതിന്റെ അർത്ഥം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചിലരൊക്കെ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനാണ് ഈ ചെയിൻ പ്രെയർ ഒക്കെ വെച്ചിരിക്കുന്നത്. അതായത് ഒന്ന് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആളിലേക്ക് കൈമാറുകയാണ്, ആ ചെയിൻ മുറിയാതെ അടുത്ത ആളെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ 24 hours പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ
നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നതിന്റെ അർത്ഥം അങ്ങനെയല്ല. ആ ചെയിൻ മുറിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല. ഒരു ദിവസം 100 പ്രാവശ്യം പ്രാർത്ഥിച്ചിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അതെല്ലാം വ്യർത്ഥമായിട്ടുള്ള ഉപദേശങ്ങളും അങ്ങനെയുള്ളൊരു ഉപദേശങ്ങളാണ്. ഇവിടെ ഞാനൊരു വാക്യം കാണിക്കാം. അതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്നെ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളൊക്കെ കർത്താവ് പറയുന്നത് കണ്ടില്ലേ? പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവരോട് പറയുന്നത് കണ്ടോ? പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ഒത്തിരി നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഒരു കാര്യം തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ഇത് വേറെ ആരും പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കൽ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജാതികൾ ഇങ്ങനെ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് എണ്ണാൻ കയ്യിൽ ഇങ്ങനെ മാലയുമായിട്ടൊക്കെ തന്നെ നടക്കുന്ന അതിന്റെ മണികൾ എണ്ണി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാര്യം എത്ര റൗണ്ട് പ്രാർത്ഥിച്ചു അതിന്റെ കണക്ക് കർത്താവിന് കൊടുക്കാൻ. ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ല. നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. കണ്ടോ, ഇവിടെ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ പോള് ഇടവിടാതെ ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും റോമക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നൊരു അർത്ഥമല്ല പറഞ്ഞു വരുന്നത്. അവിടെ പറയുന്നതിന്റെ അർത്ഥം ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തു. അതിന്റെ ഇംഗ്ലീഷ് കണ്ടില്ലേ? ഫോർ ഗോഡ് ഈസ് മൈ വിറ്റ്നസ് whom I serve with my spirit in the gospel of his son, that without ceasing I make mention of you always in my prayers. അതാണ് അതിലെ കാര്യം. വിത്തൗട്ട് സീസിങ്, അതായത് ഒരിക്കൽ പോലും വിട്ടുകളയാതെ നിങ്ങളെ ഓർത്ത് ഞാൻ ഈ വിഷയം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പറയാറുണ്ട്. ഞാനൊരു ദിവസം ചിലപ്പോൾ മൂന്ന് നേരമേ പ്രാർത്ഥിക്കുന്നുള്ളതായിരിക്കും, അല്ലെ 2 നേരമേ പ്രാർത്ഥിക്കുന്നുള്ളതായിരിക്കും. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറന്നു പോകാതെ നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഈ വിഷയം ഞാൻ ദൈവത്തെ അറിയിക്കും. വിത്തൗട്ട് സീസിങ് ഐ മേക്ക് മെൻഷൻ ഓഫ് യു ഓൾവേസ് ഇൻ മൈ പ്രേയേഴ്സ്. മനസ്സിലായോ? അതാണ് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്. എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, പ്രാർത്ഥന നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ ഇന്ന് ദൈവം അറിയുന്നു. എങ്കിലും നമുക്ക് എന്തു വേണം എന്ന് നാം ദൈവത്തോട് പറയണം. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. പക്ഷെങ്കിൽ 24/7 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാന്നോ, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാന്നോ, ചെയിൻ പ്രയറായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാന്നോ, ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാന്നോ ഒന്നും ഇതിനർത്ഥമില്ല. നമ്മുടെ ആവശ്യം സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കുക. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിങ്ങളെ അതിൽ നിന്ന് ഉറപ്പിച്ചിട്ട് ഞാനൊന്ന് മാറാം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്ക് വരാവുന്ന ഏറ്റവും വേഴ്സ് സിറ്റുവേഷൻ, ഏറ്റവും സഹിക്കാൻ പറ്റാത്ത, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കഠിനമായ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്താ ചിന്തിക്കാൻ പറ്റുന്നത്? മാരകമായ എന്തെങ്കിലും രോഗം നമുക്ക് പറ്റി, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് പറ്റി, കഷ്ടത, നിന്ന, അല്ലെങ്കിൽ കടഭാരം, അല്ലെ മരണകരമായ ആപത്ത്, അല്ലെ മയക്കുമരുന്നിന് അടിമയായി പോയിരിക്കുന്ന തലമുറകൾ. എന്താ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും അതിഭീകരമായ സംഭവം ഈ ലോകത്തിൽ? എന്ത് തന്നെ വേണമെങ്കിലും നിങ്ങൾ ചിന്തിച്ചു. എന്ത് തന്നെ ആയിരുന്നാലും 2-3 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിരിക്കണം. 2-3 അനേക കാര്യങ്ങൾ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അത് ഒന്നാമത്തെ കാര്യമാണ്, ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ് എന്നുള്ളൊരു വിഷയം. അതായത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയാ, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുക. മനസ്സിലായോ? വേറെ ഒരു സംഗതിക്കും നിങ്ങളെ ഇനി ഇതിൽ നിന്ന് മാറ്റുവാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾ അതിൽ പരിപൂർണരാ. എഫേസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 3-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 3-ാം വാക്യം. അത് കണ്ടോ? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. ആകാശം ഇടിഞ്ഞു പോയാലും ഭൂമി തലകീഴായി മറിഞ്ഞാലും നിങ്ങളെ ദൈവം ഇതിൽ കൂടി ബ്ലെസ്ഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ്, മനസ്സിലായോ? Who hath blessed us
വിത്ത് ഓൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇൻ ഹെവൻലി പ്ലേസസ് ഇൻ ക്രൈസ്റ്റ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. അതിൻ്റെ തന്നെ 6ാമത്തെ വാക്യം കൂടെ നോക്കി, അവിടെ പറയുന്നത് കണ്ടില്ലയോ, അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. റാപ്ചറിനായിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വാക്യമാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. നമ്മളെ റാപ്ചറിനായിട്ട് ദൈവം മുന്നമേ നിയമിച്ചിരിക്കുക. ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും മാറുന്ന പ്രശ്നങ്ങളല്ല. നമ്മുടെ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ടെമ്പററി ആയിട്ടുള്ള പ്രശ്നമാണ്. ഇനി താങ്കൾക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാലും ശരി, അംബാനി ആയെന്ന് പറഞ്ഞാലും ശരി, അതെല്ലാം നൊടി നേരത്തേക്കുള്ളതാണ്. 7-10 ഏറെ ആയാൽ 80. ഇത്രയും നാളത്തേക്കുള്ള കാര്യങ്ങളാണ് ബാക്കി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. ഇതിന് ശേഷം നടക്കാൻ പോകുന്ന നിത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിത്യമാണ്. ആ നിത്യത മുഴുവനും നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുക. ആത്മീക അനുഗ്രഹങ്ങളാൽ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ, യു കനോട്ട് ഈവൻ ഇമാജിൻ വാട്ട് ഈസ് ദോസ് ബ്ലെസ്സിങ്സ്. അതിൻ്റെ ആഴം അറിയാൻ, അത് നമ്മുടെ മനസ്സിൽ കോംപ്രിഹെൻഡ് ചെയ്യുവാൻ പറ്റാത്ത രീതിയിലാണ്. നമുക്ക് തന്നെ നിത്യത മുഴുവനും സ്തുതിച്ചു തീരാൻ കഴിയാത്തവണ്ണമുള്ള ആത്മീക അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. അതിലേക്ക് ചേർപ്പാൻ നമ്മെ തൻ്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുക. ഈ അനുഗ്രഹങ്ങളൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. അപ്പൊ ഇതിന്റെ മുന്നിൽ മറ്റുള്ളതെല്ലാം നിസ്സാരമാണ്. ഇതാണ് പോൾ പറയുന്നത്, നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, നിത്യ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ. ഇവിടുത്തെ എന്ത് പ്രശ്നമായെന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഉൾക്കൊള്ളുവാൻ പ്രാർത്ഥനയോട് ആവശ്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ നിലവുകളെ ദൈവം അവിടുത്തെ ആത്മാവിനാൽ സമാധാനിപ്പിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങളെ ഓർത്ത് ഞാൻ എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. 9-ാമത്തെ വാക്യം തുടർന്ന് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ അവരെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നായി പറയുന്നത്. ഞാൻ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷ പ്രകാരം എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തി പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. നിങ്ങളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോടുള്ള ആ കൂട്ടായ്മ, നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, നിങ്ങളെ അതിൽ ജനിപ്പിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വന്ന് നിങ്ങളെ കാണുവാനും നിങ്ങളിലുള്ള വിശ്വാസം കണ്ട് സന്തോഷിപ്പാനും നിങ്ങളെ അതിൽ ഉറപ്പിക്കുവാനുമായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ റോമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. എനിക്ക് റോമ നഗരം കാണാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത ആസ്വദിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ റോമിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കാണുവാനും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, എനിക്കൊരു വാഗ്ദത്തം ലഭിച്ചു. ഒത്തിരി ഉപദേശിമാരൊക്കെ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പണ്ടൊരു വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ട്, ആ വാഗ്ദത്ത പ്രകാരം ഞാൻ ഗൾഫിൽ പോകും എന്ന് എനിക്കൊരു വാഗ്ദത്തം കിട്ടിയതാണ്, ആ വാഗ്ദത്ത പ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കാം. എന്ത് വാഗ്ദത്തമായി ഗൾഫിൽ വരാൻ വേണ്ടിയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ കിടക്കുന്ന മുസ്ലിം സഹോദരങ്ങളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ത് വാഗ്ദത്തം ലഭിച്ചിട്ടാണ്? അവർ തട്ടിമറിഞ്ഞ് വീഴുക. ഇതിൽ നടന്നു കഴിഞ്ഞാൽ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ മലപ്പുറംകാരും കണ്ണൂരുകാരും കാസർഗോട്ടുകാരും ഒക്കെ ഇവിടെ എത്തിയിരിക്കും. എന്ത് വാഗ്ദത്ത പ്രകാരം അവരൊക്കെ എത്തിയിരിക്കുന്നത്? പോൾ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന റോമ നഗരം കാണാൻ വേണ്ടിയിട്ടോ റോമിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ആ ഒരു പദ്ധതിയല്ല. റോം കാണണമെന്ന് ആഗ്രഹിച്ചു എന്ന് പറയുന്നത് ആ വിശ്വാസത്താൽ പൗലോസ് അവരെ ഉറപ്പിച്ചിരിക്കുന്ന ദൈവജനമാണ്. അവരെ ആ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവരെ കാണുവാൻ ആഗ്രഹിക്കുന്ന തൻ്റെ ആ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് അപ്പോൾ അവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ, ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. ഇവിടെ പോള് എന്തെങ്കിലും ആത്മീക വരം അവർക്ക് കൊടുക്കുന്ന കാര്യമേ അല്ല ഈ പറയുന്നത്. ഇതൊക്കെ കുറെ കൂടെ വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ ഇതിനെയൊക്കെ ഇന്ന് ക്രിസ്ത്യാനി തെറ്റിദ്ധരിച്ചിട്ടാണ് ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഉപദേശം എടുത്തിരിക്കുന്നത്. വേറെ പലയിടത്തു നിന്നും ഇങ്ങനെ കൈവപ്പിനാൽ അവർക്ക് അനുഗ്രഹം ലഭിച്ചു, അവർക്ക് ആ ഒരു ഇമ്പാർട്ടേഷൻ ലഭിച്ചു, അത് അവർ മറ്റുള്ളവരിലേക്ക് പകരുന്നു. ബെൻഹിനിൽ നിന്ന് ഇമ്പാർട്ടേഷൻ ലഭിച്ചു,
ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ബെനിയന്റെ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നപ്പോൾ ആ മീറ്റിങ്ങിൽ കൂടി എനിക്ക് ഇമ്പാർട്ടേഷൻ ലഭിച്ചു എന്ന്. ഇതുപോലെ നൈജീരിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന മീറ്റിങ്ങുകളുണ്ട്. അവരുടെയൊക്കെ അടുക്കൽ പോയി ഇമ്പാർട്ടേഷൻ ലഭിച്ചു എന്ന് പറയുന്ന ഒത്തിരി മലയാളി പാസ്റ്റേഴ്സ് കേരളത്തിലുണ്ട്. ഒത്തിരി വലിയ പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവര്, അവർക്ക് അവിടുന്ന് ഇമ്പാർട്ടേഷൻ കിട്ടി, ഇവിടുന്ന് ഇമ്പാർട്ടേഷൻ കിട്ടി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനൊരു സംഗതിയെ ഈ ക്രിസ്തീയ വിശ്വാസത്തിലില്ല. ഒരു തിരക്കും ഒന്നും കൈവച്ച് കൊടുക്കാൻ പറ്റുന്നതല്ല ഇത്. ഇത് മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂസിലല്ലാതെ വേറെ ഒരു മഹത്വം ഒരു റൂട്ടിൽ കൂടെ ലഭിക്കത്തില്ല. ഒരുത്തർക്കും കൈവപ്പിലൂടെ ലഭിക്കുന്ന പദ്ധതിയും പ്രസ്ഥാനവും അല്ല ഇത്. ദൈവദൂഷണമാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ എല്ലാം പറയുന്നത് നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ച് എനിക്ക് നിങ്ങൾക്കും അതേ ആത്മീക വരം ലഭിക്കുന്നതിനെ കുറിച്ചും സന്തോഷിക്കുന്നതിനെ കുറിച്ചുമാണ് പോൾ ഈ വിഷയത്തിലൊക്കെ പറയുന്നത്. അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ആത്മീക വരം ലഭിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. കൈവച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ കൃപാവരം കൊടുക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. 13-ാമത്തെ വാക്യം, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഇന്ന് വരെ അത് നടന്നിട്ടില്ല. അതിന് മുടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ അനേകർ രക്ഷിക്കപ്പെടും, അനേക കാര്യങ്ങൾ എന്നിൽ കൂടെ വെളിപ്പെടും. പോളിനെ അവിടെ എത്തിക്കുക എന്നുള്ളത് ദൈവിക പദ്ധതിയായിരുന്നു. പോൾ റോമിലായിരുന്നത് കൊണ്ടാണ് നമുക്ക് എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഫിലിപ്പിയ ലേഖനവും ഫിലോമോൻ എഴുതിയ ലേഖനവും തീത്തോസും തിമോത്തിയോസും ഒക്കെ ആ ലേഖനങ്ങളിലൂടെ എഴുതി ലഭിച്ചിരിക്കുന്ന ആ മർമ്മങ്ങളൊക്കെ നമുക്ക് ലഭിക്കുവാനിടയായത്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനൊരു സാഹചര്യം ഉണ്ടായിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ദൈവം അറിയുന്നു. എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഞാൻ കടക്കാരനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മഹത്തായ ഉദ്ദേശവും ഉത്തരവാദിത്വവും ഞാനത് എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കടക്കാരനാകുന്നു. നിങ്ങളോട് ഞാൻ ഇത് പറഞ്ഞു എന്നാലും പൂർണ്ണമായിട്ട് നിങ്ങളിൽ എത്തിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു, ഐ ഡൗട്ട്. അതുകൊണ്ട് ഞാൻ വന്ന് നിങ്ങളെ കാണുവാനും നിങ്ങളിൽ ഇത് പകർന്നു തരുവാനും ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും, ഈ യവനന്മാരെന്ന് പറഞ്ഞ ഗ്രീക്കുകാരെന്ന് പറഞ്ഞ അന്നത്തെ സ്കോളേഴ്സാണ്, ഏറ്റവും വലിയ ഇന്റലിജന്റ് ആൾക്കാരാണ്, അവരെ ഏറ്റവും ബുദ്ധിമാന്മാരായ ആൾക്കാരാണ്. ബാർബേറിയൻസ് എന്ന് പറയുന്നത് ഒന്നും അറിയാത്തവരാ, എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്തവരാ. ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഞാൻ ഒരുപോലെ കടക്കാരനായിരിക്കുന്നു എന്ന് പറയുക. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും. അത് തന്നെയാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ കടക്കാരനാകുന്നു. എന്തുകൊണ്ട് കടക്കാരനാകുന്നു? കാര്യം എന്നെ ഒരു ഭയങ്കര നിധി ഏൽപ്പിച്ചിരിക്കുക. ഇതിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ഞാൻ കൊണ്ടുതരാനുള്ളതാണ്. എന്നാൽ അത് എത്രമാത്രം നിങ്ങളിലേക്ക് പകരാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് കടക്കാരനായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ നിത്യത എൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുക. ആ സംഗതി എന്നെ കാണിച്ചിരിക്കുക. ഞാനത് പാർഷ്യലായിട്ട് നിങ്ങൾക്ക് പകർന്നിട്ടുള്ളൂ എങ്കിൽ അതിന് കുറ്റക്കാരൻ ഞാനാ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതും എൻ്റെ ദേശത്ത് പ്രസംഗിക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷം ഞാൻ പറയാതെ, ഞാൻ ഡ്യൂട്ടി ചെയ്ത്, ഞാൻ ഓവർ ടൈം ഒക്കെ ചെയ്ത് ഞാനിങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിന് കണക്ക് കൊടുക്കേണ്ടുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യം പഠിച്ചു കഴിയുമ്പോൾ ഇത് മറ്റുള്ളവരെ അറിയിക്കുവാൻ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതാ പോൾ ഇവിടെ പറയുന്നത്, ഞാൻ എല്ലാവർക്കും ഒരുപോലെ കടക്കാരനാകുന്നു. നിങ്ങൾ മറ്റുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പലരും ഈ ഭാഗം വിവരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അത്രയും ഡീപ്പായിട്ട് പോകുന്നില്ല, കാര്യം ആ വിഷയം നിങ്ങളിലൊന്ന് എത്തിയാൽ മതി. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കടം പെട്ടിരിക്കുക. നമ്മളെ 1,00,000 രൂപ തന്നിട്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ എത്തിക്കുവാനായിട്ട് കൊടുത്തിരിക്കുക. അത് ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് കറങ്ങി നടക്കുക. ആ കുടുംബത്തിൽ അത് എത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. അവരുടെ വീട്ടിൽ പ്രശ്നം, രോഗം, ദുഃഖം, അല്ലെന്നുണ്ടെങ്കിൽ സ്കൂൾ അഡ്മിഷൻ, പല കാര്യങ്ങളിൽ അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ കാശിരിക്കുക. ഞാനത് കൊണ്ട് കൊടുക്കുന്നത് വരെ ഞാൻ അവർക്ക് കടംപെട്ടിരിക്കുക. അതുകൊണ്ട് ചിലർ അസുഖം വന്ന് മരിച്ചു പോയിരിക്കുക. ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അതാ പോൾ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് കടക്കാരനായിരിക്കുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എനിക്ക് ആഗ്രഹമുണ്ട്, ഒരുക്കമുണ്ട്, ഞാൻ ദൈവത്തോട് ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്. ബട്ട് സംഭവം അത് ഇതുവരെ നടന്നിട്ടില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല.
വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? പോൾ ഇവിടെ പറയുന്നത് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയാൻ കാര്യം, അന്ന് വരെ ഒരുത്തരും പറഞ്ഞിട്ടുള്ള ഒരു സുവിശേഷം അല്ല ഇത്. അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് ന്യായപ്രമാണമാ. യഹൂദന്മാരുടെ രക്ഷാപദ്ധതി എന്ന് പറയുന്നത് അത് തോറായും നെവീമും കെത്വീമും ഒക്കെ അടങ്ങുന്ന തനാക്ക് എന്ന് പറയുന്നത് ഭയങ്കര വലിയ പുസ്തകമാണ്. അതിന്റെ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനഗോഗും അതിന്റെ കെട്ടുപാടുകളും ഒക്കെ ആയിട്ട് വലിയ പ്രസ്ഥാനവും വലിയ ആചാരങ്ങളും ഒക്കെ അടങ്ങുന്നതാ. അതിൽ കൂടെ ഒരു മനുഷ്യൻ അത് മുഴുവനും പാലിച്ചാ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുന്നിടത്ത് ഞാൻ പോയി പ്രസംഗിക്കുക ക്രൂശ്, ഈ ക്രൂശിലൂടെ മുഴുവനും ആൾക്കാരും രക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ ആൾക്കാരെന്നെ ഓടിച്ചിട്ട് ഉപദ്രവിക്കുക. ഞാൻ ഉപദ്രവം സഹിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. ഇറങ്ങിയ കാലം മുതൽ ആൾക്കാരെന്നെ വേട്ടപ്പട്ടിയെ പോലെ വേട്ടയാടുക. ഫിലിപ്പിയയിൽ തുടങ്ങി, ഈ ഗ്രീസിൽ കയറിപ്പോയി ഫിലിപ്പിയയിൽ തുടങ്ങിയ ഉപദ്രവം ജയിലിലിട്ട് എന്റെ കാലാമത്തിലിട്ട് എന്നെ അടിച്ച് ആ ജയിലിൽ തള്ളിയതാ. തെസ്സലോനിക്കയിൽ ഞാൻ ഉപദ്രവം സഹിച്ചത് പറയാൻ പറ്റത്തില്ല, അതുപോലെ ഉപദ്രവമാ. ബെരോവയിൽ അവരെ രാമാനവനെ അവിടെ നിന്ന് അടിച്ചോടിക്കുക. കടൽ തീരത്തോട് ഞാൻ ഓടി അഥേനയിൽ എത്തിച്ചേരുക. അവിടെ തന്നെ അവർ കളിയാക്കി, അവരെന്നെ ആക്ഷേപിച്ച് ഈ വിടുവായൻ എന്ത് പറയാൻ തുടങ്ങുന്നു. കഷ്ടങ്ങളും പ്രയാസങ്ങളും. ഞാൻ കൊരിന്തിലെത്തുമ്പോൾ ഭയങ്കര കഷ്ടത്തിലും ബലഹീനതയിലും പേടിച്ചും ഭയത്തോടും കൂടെ ഞാൻ കൊരിന്തിലെത്തിച്ചേർന്നു. അതുപോലെ തന്നെ വേട്ടയാടി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. കാര്യം താൻ പറയുന്ന ഒരു സുവിശേഷം ക്രൂശിലൂടെ കർത്താവ് നിവർത്തിച്ചിരിക്കുന്ന രക്ഷണീയ പ്രവൃത്തിയ. അത് പോൾ പറയാൻ കാര്യം, പോളിന് ദൈവം അത് കാണിച്ചു കൊടുത്തിരിക്കുകയും അത് പറയാനായിട്ട് ദൈവം വിളിച്ച ആ വേലയ്ക്ക് ദൈവം ആക്കിയിരിക്കുകയുമാണ്. അതുകൊണ്ട് പോൾ അത് പ്രസംഗിക്കുമ്പോൾ എനിക്കത് പ്രസംഗിക്കാൻ ലജ്ജയില്ല. അതിലൂടെയാണ് രക്ഷ. രക്ഷിക്കപ്പെടുന്നവർക്ക്, നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം ഭോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു എന്ന് പോൾ പറയുക. ഇന്ന് നമുക്ക് ക്രൂശ് അറിയാവുന്നത് കൊണ്ടും ക്രൂശ് വലിയ ക്രൂശ് മരങ്ങള് ക്രൂശ് എന്താ പറയുന്നത് ഒക്കെ ചെയ്തു വെച്ചേക്കുന്നതുകൊണ്ടും പള്ളിയുടെ എല്ലാത്തിന്റെ പുറത്ത് ക്രൂശ് ഉള്ളത് കൊണ്ടും 100 കണക്കിന് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ക്രോസ് പള്ളിക്കകത്ത് പണിത് വെച്ചിരിക്കുന്നത് കൊണ്ടും കഴുത്തിലൊക്കെ നമ്മൾ ക്രൂശ് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നത് കാരണമൊക്കെ ഈ ക്രൂശ് എന്ന് പറയുന്നത് നമുക്കൊരു വലിയ വിഷയമല്ല. കാര്യം നമ്മളത് കണ്ടും കേട്ടും മനസ്സിലാക്കി നമ്മളുമായിട്ട് അത് യൂസ്ഡ് ആയി പോയിരിക്കുന്നത്. പക്ഷെ അക്കാലത്ത് ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അപമാനിതമായ ഒരു വിഷയത്തിന്റെ ഒരു അടയാളമാണ്. ഏറ്റവും നിന്ദാകരമായ ക്രൂശ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിന്ദിക്കപ്പെട്ട മരണമാണ്. ആ ക്രൂശിലൂടെ രക്ഷയെന്ന് പ്രസംഗിക്കാൻ എനിക്ക് ലജ്ജയില്ല എന്ന് പോൾ പറയുക. ആ ക്രൂശ് പ്രസിദ്ധമാക്കുവാൻ കാര്യം അതിലൂടെയാണ് ഇന്ന് ലോകത്തിന്റെ മുഴുവൻ രക്ഷ എന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവ് എനിക്ക് പ്രത്യക്ഷനായി എനിക്ക് കാണിച്ചു തന്നിരിക്കുക. എന്നെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അതിന്റെ മാഹാത്മ്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുക. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയാൻ കാര്യം അതാ. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ? ഇന്ന് ഞാനും നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താ? ഈ ക്രൂശ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെറും നിസ്സാരനാക്കി ചിരിച്ച് തള്ളുക. ഇവിടെ പഴയ നിയമവും പുതിയ നിയമവും വലിയ പള്ളികളും വലിയ ബസിലിക്കായും കത്തീഡ്രലും ഇവിടെ വലിയ സംഗതികളൊക്കെ വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. മാർപ്പാപ്പ മുതൽ ഇങ്ങത്താപ്പോട്ട് ഒത്തിരി പേരെ വാഴിച്ച് നിർത്തിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അന്നേരമാണ് ഇതാ ഒരു കൂട്ടർ ഗേറ്റ് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ് വന്ന് ക്രൂശിൽ കൂടെ രക്ഷയെന്ന് പ്രസംഗിക്കുന്നു. നമ്മളെ നിസ്സാരന്മാരായിട്ട് കാണുക. ഈ ക്രൂശിന്റെ വചനത്തിന്റെ മാഹാത്മ്യം അവർക്ക് അറിയത്തില്ല. ഇന്ന് ഉലകം മുഴുവനും ഇതിന്റെ മുന്നിൽ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുന്നവണ്ണം ഹല്ലേലൂയ ഈ സകല മനുഷ്യരുടെയും സകല മാനവരാശിയുടെയും രക്ഷ ലഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് കർത്താവ് ആ ക്രൂശിലൂടെ നിവൃത്തിയായിരിക്കുന്നത്. അത് പ്രസംഗിക്കാൻ നാം ലജ്ജിക്കരുത്. ഇന്ന് മറ്റുള്ള പ്രസ്ഥാനങ്ങളിലോ മറ്റുള്ള ഉപദേശങ്ങളിലോ ആണ് രക്ഷയെന്ന് ജനം പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ വലിയ റാസാകളും വലിയ മീറ്റിങ്ങുകളും വലിയ കൺവെൻഷനുകളും വലിയ ക്രൂസൈഡുകളും ഒക്കെ നടത്തുമ്പോൾ ലജ്ജിക്കാതെ ഈ ക്രൂശ് പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ അതേ കാര്യമായി പറയുന്നത് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ആദ്യം യഹൂദനും പിന്നെ യവനനും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന പദ്ധതിയാണ്. അവർക്കത് നഷ്ടമായി പോയി അവരുടെ അനുസരണക്കേടിനാൽ. പക്ഷെ ദൈവം അവരെ അങ്ങ് വിട്ടുകളയുകയല്ല, അവർക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുക. അവർക്ക് ഈ പദ്ധതിയിൽ കൂടെ രക്ഷിക്കപ്പെടുവാൻ കഴിയും. യഹൂദൻ അല്പമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു, അവർ വീണുപോയിരിക്കുന്നുവെങ്കിലും ആ പൗലോസ് അപ്പോസ്തലൻ യഹൂദനായിരുന്നു. താൻ രക്ഷിക്കപ്പെട്ടതുപോലെ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ, ഇതിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ അവർക്ക് ആ സാവകാശം കൊടുക്കുകയാണ്. കാര്യം അല്ല എന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് രക്ഷയ്ക്ക് യാതൊരു മാർഗവുമില്ല.
കാര്യം ദൈവം ആ ന്യായ പ്രമാണത്തിൽ കൂടെ രക്ഷിക്കപ്പെടുന്ന ആ പദ്ധതിയെ വിട്ടുകളഞ്ഞിരിക്കുക, അവരെ കൈവിടപ്പെട്ടു പോയിരിക്കുക. ഇതിൽ കൂടെ അവർക്ക് രക്ഷിക്കപ്പെടുവാനുള്ള ഓപ്ഷൻ ദൈവം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു 0.1% പോലും ഈ മാർഗത്തിൽ കൂടെ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവർ കൂട്ടത്തോട് യേശു ക്രിസ്തുവിനെതിരായിട്ട് തിരികെയും ഇന്നുകൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ആളിനെ അറിയത്തില്ല എന്ന് പരസ്യമായിട്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്നും അവരതിൽ വിശ്വസിക്കാത്ത നിലയിൽ ഹൃദയ കാഠിന്യത്തിൽ അകപ്പെട്ടു പോയിരിക്കുക. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. അവിടെ യവനനും കൊണ്ട് ഉദ്ദേശിക്കുന്ന സകല ജാതിയെയുമാണ്. എല്ലാ ജാതികളുടെയും പേര് പറയാതിരിക്കാൻ കോമൺ ആയിട്ടുള്ള ജാതിയുടെ പേര് പറഞ്ഞിരിക്കുക. പിന്നെ യഹൂദനും പിന്നെ യവനനും എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടെ പറയുന്നത് 17-ാമത്തെ വാക്യം, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാനിവിടെ ഒരു അല്പം സ്പീഡ് കൂട്ടിയെങ്കിലും അടുത്ത ആഴ്ചയിൽ ഇവിടെ ഒന്ന് തൊട്ടിട്ട് ഒന്ന് റീക്യാപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. പല വാക്യങ്ങൾ ഇവിടെ നിന്ന് ഞാൻ കാണിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് അടുത്ത ആഴ്ചയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. ഇത് പൗലോസ് അപ്പോസ്തലൻ മാത്രം പറഞ്ഞ ഒരു കാര്യമല്ല. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞിരുന്ന ഒരു റെഫറൻസ്, ഒരു വാക്യം റെഫർ ചെയ്തുകൊണ്ട് പോള് ഇവിടെ എടുത്ത് പറയുകയാണ്. ഇതേ വാക്യം അല്പം കൂടെ ഇവിടെ നിന്ന് പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നുണ്ട്, ഞാൻ നിൽക്കുന്നില്ല. 3 ഈ വാക്യം റെഫർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. റോമാലേഖനം 1:17, ഗലാത്യ ലേഖനം 3:11, എബ്രായ ലേഖനം 10:38 3 സ്ഥലത്ത് എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, റൈച്ചിയസ് വിൽ ലിവ് ബൈ ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ഒരു ഭാഗം വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുവാനായിട്ട്, വിശ്വാസത്തിൽ എൻ്റെ നീതിമാൻ ജീവിക്കും എന്ന് പറഞ്ഞ് ആ ഒരു ഇൻട്രൊഡക്ടറി ഭാഗം പൗലോസ് അപ്പോസ്തലൻ അവസാനിപ്പിക്കുകയാണ്. ഈ 16ഉം 17ഉം വാക്യങ്ങളെ ഒന്നുകൂടെ ടച്ച് ചെയ്ത് ഞാൻ അടുത്ത ദിവസം 18 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നും വീണ്ടും ആ ഇൻട്രൊഡക്ഷൻ ഭാഗത്തായിരുന്നുവെങ്കിലും ചില കാര്യങ്ങളെ പുതുതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ ആ ഒരുക്കം, തൻ്റെ ആ ആത്മാർത്ഥത, ആത്മാക്കളെ നേടുവാനുള്ള ആ തീക്ഷ്ണത, അത് നമ്മൾക്ക് കണ്ട് പഠിക്കുവാനും അതിൽ നിന്ന് ആവേശവും അനുഗ്രഹവും പകരുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.